നീ മതനിന്ദ ചെയ്യുകയാണ്, ദൈവനിന്ദ ചെയ്യുകയാണ്. അതിൽ കൂടിയാണ് നാം ഇത്രയും ദൂരം എത്തിയത്. ഒന്നിച്ചു നടക്കുമ്പോൾ നമ്മളുടെ വേഗം ഒന്നായി തീരും. പക്ഷേ ചുവടുകൾ ഒന്നാകണമെന്നില്ല. വേഗം പോലെ ചുവടുകളും ഒന്നായി തീർന്നാൽ നടത്തത്തിന് തന്മയത്വം കൂടുകയല്ലേ ഉള്ളൂ വികർണ. ചുവടുകൾ ഒന്നായാൽ അത് നടത്തമല്ലാതാകും കർണ, പരേഡാകും. ചുവടുകൾ തെറ്റിയാൽ അംഗങ്ങൾ കൂട്ടുമുട്ടി പരേഡ് തകരുന്നത് പോലെ. ഒന്നിച്ചു നടക്കുമ്പോൾ വേഗം താനെ ഒന്നായി തീരുന്നുണ്ടല്ലോ. വേഗം ശരീരമാർജിക്കുന്ന പ്രക്രിയയാണ്. ചുവടുകൾക്ക് മനസ്സിന്റെ കൂടി ആശ്രയം വേണം. നടത്തത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ദിശയെപ്പറ്റി നീ എന്തു പറയുന്നു? എല്ലാവർക്കും വടക്ക് വടക്കും തെക്കും തെക്കുമല്ലേ? ഇവിടെയും നീ ഒന്ന് വിസ്മരിക്കുന്നു കാരണം നാം നിൽക്കുന്ന ഇടത്തെ അപേക്ഷിച്ചിരിക്കുന്നു ദിശകൾ. നമുക്ക് വടക്കുള്ളതെന്ന് തോന്നുന്ന വസ്തു വേറെടുത്ത് നിൽക്കുന്ന ഒരുവിന് തെക്കുള്ളതെന്നോ പടിഞ്ഞാറുള്ളതെന്നോ തോന്നാം. എല്ലാവർക്കും പൊതുവായ ദിശകൾ സങ്കല്പിക്കണമെങ്കിൽ നിനക്ക് ഭൂഗോളത്തിന് പുറത്ത് ഒരിടത്തെ സ്വയം സ്ഥാപിക്കേണ്ടി വരും. അത് നിനക്ക് സാധ്യമാണ്. വികർണ, നീ പൊതുസഭയിൽ വെച്ച് ദ്രൗപദിയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടത് അവളുടെ ഭൂഗോളത്തിന്റെ ഏത് കോണിൽ നോക്കിയിട്ടാണ്? അവളുടെ മാത്രം കോണിൽ നിന്ന്. നീ രണ്ടു വാക്കുകൾ പറഞ്ഞു, സംരക്ഷയും ചാരി. രണ്ടും വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുവളുടെ ചാരിത്രം അവളുടെ സ്വഭാവമാണ്. മറ്റുള്ളവർക്ക് അതിൽ വിധി കൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ സുരക്ഷയും ആ ആളുടെ അവകാശമാണ്. മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടാതെ തന്നെ അത് അയാൾക്ക് ലഭ്യമാകണം. ഭൂഗോളത്തിന്റെ കോണുകൾ ഇവിടെ പ്രസക്തമല്ല. അവർ അങ്ങനെയാണ്. ഒന്നിച്ച് നടന്നാലും ഒരേ വേഗത്തിൽ നടന്നാലും അവരുടെ ചുവടുകൾ പലപ്പോഴും തെറ്റി. അതവരെ തർക്കങ്ങളിലെത്തിച്ചു. ഒരിക്കൽ അവരിരുവരും സൈന്യത്തിലായിരുന്നു. കർണൻ പദവിയുടെ പടികൾ ഒന്നൊന്നായി ചവിട്ടിക്കയറി. പക്ഷേ അയാൾ സൈന്യാധിപനായില്ല. ഒരു സൈന്യാധിപന് ആവശ്യമുള്ള സ്വാതന്ത്ര്യം അയാൾ കാക്ഷിച്ചില്ല. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അയാൾ മേലധികാരികളുടെ നേരെ നോക്കി. അച്ചടക്കമുള്ള ഓഫീസറായി ശോഭിച്ചു. മെഡലുകളും അവാർഡുകളും നേടി. സ്ട്രാറ്റജിക് തീരുമാനങ്ങൾ എടുക്കേണ്ട പദവികൾ അയാളിൽ നിന്ന് വഴിമാറിപ്പോയി. ഒന്നിച്ചാണ് ചേർന്നതെങ്കിലും ആയുധവിദ്യയിൽ സമന്മാരായിരുന്നിട്ടും വികർണൻ പിന്നിലായി. അനേകം പേരിൽ ഒരുവൻ മാത്രം. താൻ ഏറെ ആവർത്തിക്കാറുള്ള ചുവടുകൾ തന്നെ അയാളെ ഒടുവിൽ ചതിച്ചു. വിശിഷ്ടമായ ഒരു ദേശീയ ദിനത്തിലെ പരേഡിൽ ചുവട് തെറ്റി അയാൾ വീണു. പിന്നിലുള്ളവരും ഒന്നിനു പിന്നിൽ ഒന്നായി അയാളെ തടഞ്ഞു വീണു. രാജ്യത്തിന് നാണക്കേടായി. അതിന്റെ പേരിൽ അയാൾ കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ടു. വിമർശനത്തെ ഇഷ്ടപ്പെടാത്ത ഭരണാധിപന്മാരുടെ കാലം വന്നു ഒരിക്കൽ രാജ്യത്ത്. വ്യർത്ഥമായ ചിന്തകൾ ഉയർത്തി, വിഭ്രാന്തി പരത്തി, നീതിന്യായ വ്യവസ്ഥയെ നിഷ്ക്രിയമാക്കുകയോ അട്ടിമറിക്കുകയോ ആണ് വിമർശകരെന്ന് ഒരു വിഭാഗം പറഞ്ഞു. മറുഭാഗം വാദിച്ചു, വിമർശകർ സമൂഹത്തിന്റെയും വ്യവസ്ഥയുടെയും ആരോഗ്യത്തിന് ആവശ്യമാണെന്നും അത് ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുമെന്നും. അധികാരം പൂർവപക്ഷത്തോടെ ചാഞ്ഞിരുന്നതുകൊണ്ട് വിമർശകർ പലരും രാജ്യദ്രോഹികളും വിദേശചാരന്മാരുമായി മുദ്രകുത്തപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. കർണനും വികർണനും അന്ന് ന്യായാലയങ്ങളിലായിരുന്നു. പ്രശ്നം ന്യായാലയത്തിലെത്തി. വളർന്നുകൊണ്ടിരിക്കുന്ന മാനവ സമൂഹത്തിന്റെ സൃഷ്ടികളാണ്. അത് അതിന്റെ ജൈവ സ്വഭാവമാണ്. അസ്ഥിരമായ ഒരു ഫൗണ്ടേഷന്റെ മേൽ നിങ്ങൾക്കൊരു കെട്ടിടം പണിയാനാവില്ല വികർണ. പണിതാലും അതിൽ വീതി തന്നെ വസിക്കാനാവില്ല. നോക്കു കർണ, ഒഴുകുന്ന നദീജലത്തിൽ നാം തുഴയുന്നില്ലേ? വളരുന്ന വൃക്ഷത്തിൽ നിന്നല്ലേ ഫലങ്ങൾ സിദ്ധിക്കൂ? പ്രകൃതിയുടെ സ്വഭാവത്തോട് സമരസപ്പെടുകയാണ് ജീവിതം. നദിയും വൃക്ഷവും അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ളത് കവിതയല്ല, ചില ന്യായ പുസ്തകങ്ങളാണ്, അച്ചടിച്ചവ. പുസ്തകങ്ങൾ പുനരച്ചടിക്കപ്പെടുകയും സംശോധിക്കപ്പെടുകയും ചെയ്യുന്നില്ലേ കാരണം? പുതിയ പുസ്തകങ്ങൾ തന്നെ. നിയമങ്ങളെ പിന്നിൽ നിന്ന് നയിക്കുന്നത് നീതി വിചാരമാണ്. തുടർച്ചയായി പരിണമിക്കുന്ന ഒന്നാണ് നീതി സങ്കല്പം. അപ്പോൾ അത് നിയമത്തിന്റെ രൂപത്തിൽ ഘനീഭവിക്കും. അപ്പോഴേക്കും നീതിവിചാരം കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കും. ഈ താൽക്കാലികതയുടെ ഒഴുകുന്ന ജലത്തിൽ തുഴയുന്ന നിയമമേ യഥാർത്ഥ നിയമമാകുന്നുള്ളൂ വർണ്ണ. നീ ശാശ്വതമായ ഒന്നിനെയും അംഗീകരിക്കുന്നില്ല, ദൈവത്തെ പോലും. നീ പറയുന്ന ദൈവം എന്ന ഒന്നുണ്ടെങ്കിൽ അത് പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാകണം.
മനുഷ്യൻ പരിണമിച്ചുകൊണ്ടിരിക്കുകയും അവന്റെ ഉള്ളിൽ കുടിവെച്ചിട്ടുള്ള ദൈവം ചലനമറ്റിരിക്കുകയും ചെയ്താൽ അത് വേദനാജനകമായ അന്തരീക്ഷവും വിസ്ഫോടകമായ അവസ്ഥയും സൃഷ്ടിക്കും. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ കർണ? നീ മതനിന്ദ ചെയ്യുകയാണ്, ദൈവനിന്ദ ചെയ്യുകയാണ്. അതിൽ കൂടിയാണ് നാം ഇത്രയും ദൂരം എത്തിയത്. കർണനും വികർണനും അടങ്ങിയ ന്യായാധിപന്മാർ ദിവസങ്ങളോളം ചർച്ച നടത്തി തർക്കിച്ചു. ഒടുവിൽ വികർണൻ ഒഴിച്ച് എല്ലാവരും പല കാരണങ്ങൾ കാണിച്ചും പല തലങ്ങളിലുള്ള തീഷ്ണതയോടെയും ഗവൺമെന്റിനെ അനുകൂലിച്ച് വിധി പറഞ്ഞു. സീനിയോറിറ്റിയിൽ ഏറെ പിന്നിലായിരുന്ന കർണൻ മുഖ്യ ന്യായാധിപനായി നിയമിതനായി. ഏറ്റവും മുന്നിലായിരുന്ന വികർണൻ രാജിവെച്ചു. ഇടയിലുണ്ടായിരുന്നവർ എതിർപ്പും വിയോജിപ്പും അമർത്തി. തുടർന്നും സ്ഥാനത്തിനോടുള്ള മോഹമല്ല, താൻ ശമ്പളം പറ്റുന്ന ഗവൺമെന്റിന്റെ നേരെയുള്ള പ്രതിബദ്ധതയാണ് തന്നെ നിലപാടുകൾ എടുക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്ന് തുറന്നു പറയാൻ കർണന് മടിയുണ്ടായിരുന്നില്ല. പിന്നീടൊരിക്കൽ അവർ ഇരുവരും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ അംഗങ്ങളായിരുന്നു. ജനാധിപത്യം എന്നത് സംസ്കാരം സൃഷ്ടിക്കുന്ന മൂല്യങ്ങളെ സാക്ഷാത്കരിക്കുവാൻ അത് തിരഞ്ഞെടുക്കുന്ന ഒരു ഉപകരണമാണെന്ന് വികർണൻ വാദിച്ചുകൊണ്ടിരുന്നു. അതിന്റെ കർത്തവ്യം അതുകൊണ്ട് അതിനെ സാധ്യമാക്കിയ മൂല്യങ്ങളെ സംരക്ഷിക്കുകയാണെന്നും. ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയാണ് വികർണ. നിനക്ക് അസ്തിത്വം തരുന്നത്, വ്യക്തിത്വം ഉണ്ടാക്കുന്നത് നിന്റെ കക്ഷിയാണ് എന്ന് നീ മറക്കരുത്. എന്റെ കക്ഷിയുടെ നല്ല കർണ, ജനാധിപത്യ സമ്പ്രദായത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്വഭാവം മൂല്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. മൂല്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയ തുടരുന്നിടത്താണ് നമുക്ക് പ്രതിബദ്ധത ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനാധിപത്യം ഒരു യാന്ത്രികതയായി മാറുന്നതും മൂല്യങ്ങളിൽ നിന്നകന്ന് അധികാര വടംവലിയാകുന്നതും കർണനെ അലട്ടിയില്ല. വ്യക്തികളെന്നല്ല, കക്ഷികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നതും അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഒന്നുപോലെ പെരുമാറുന്നതും അയാൾ കണ്ടില്ല. അധികാരം നേടാതെ ഒന്നും ചെയ്യാനാവില്ലെന്നത് മാത്രമായിരുന്നു അയാളുടെ ഉത്തരം. അവസാനമായി അവരെ നാം കാണുന്നത് ഒരു നാടക കമ്പനിയിലാണ്. കമ്പനി അവതരിപ്പിക്കുന്ന നാടകങ്ങളിലെ നടന്മാരായിരുന്നു ഇരുവരും. തങ്ങളുടെ ജോലി നല്ല നടന്മാരാവുകയാണെന്നും തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രത്തെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കുകയാണെന്നും കർണൻ വിശ്വസിച്ചു. അയാൾക്ക് തുടരെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചു. വികർണനാകട്ടെ സ്വന്തം കഥാപാത്രത്തോട് മല്ലടിച്ചും കലഹിച്ചും കൊണ്ടിരുന്നു. പലപ്പോഴും സംവിധായകൻ അയാളുടെ റോൾ ഇടയ്ക്ക് വെച്ച് മാറ്റി. അവസാനമായി അവർ അഭിനയിച്ച നാടകത്തിൽ കർണന്റെ കഥാപാത്രം എതിരാളിയുടെ വെട്ടേറ്റ് വീഴുന്നതായിരുന്നു ഒടുവിലത്തെ രംഗം. എതിരാളിയുടെ കടലാസ് വാൾ ദേഹത്തിൽ മുട്ടിയപ്പോഴത്തെ കർണന്റെ അഭിനയത്തിന് നീണ്ട കയ്യടികൾ കിട്ടി. തിരശ്ശീല വീണിട്ടും നടന്മാർ വശങ്ങളിലേക്ക് വിരമിച്ചിട്ടും അയാൾ അരങ്ങിൽ നിന്ന് എഴുന്നേറ്റില്ല. കുറച്ചു കഴിഞ്ഞ് മറ്റുള്ളവർ തിരക്കി വന്നപ്പോൾ അവർ കണ്ടു അയാൾ ശരിക്കും മരിച്ചിരിക്കുന്നു എന്ന്. വികർണനും മരിച്ചു, അരങ്ങിലല്ല, വെളിയിൽ. പാത്രാഭിനയത്തിലെ പിഴവുകൾക്ക് കമ്പനിയും കാണികളും അയാളെ ആക്രമിച്ചു. അവരുടെ കൂടെ എല്ലാ കക്ഷികളിലെയും മതങ്ങളിലെയും ജാതികളിലെയും വിഭാഗങ്ങളിലെയും ഭിന്ന സരണികളിലെയും ആളുകൾ അയാളെ വലയം ചെയ്ത് തല്ലിക്കൊന്നു.